Hello students, today we are going to learn about Central Processing Unit or CPU. CPU stands for Central Processing Unit. CPU is known as the brain of a computer system. See, it is known as the brain of a computer system. You know what is the function of a brain? Brain function എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം CPU എന്ന് പറയുന്നതിന് ബ്രെയിൻ ആണ്. ഓക്കെ, CPU യുടെ അകത്തൊരു പ്രോസസ്സർ ഉണ്ട്. That is the brain of the computer system. Its function is to execute program stored in main memory by fetching the instructions, interpreting them, and then executing them one after another. Okay, what is that? What does that mean? നമ്മുടെ പ്രോഗ്രാം എവിടെയുള്ളത്? മെയിൻ മെമ്മറിയിലാണുള്ളത്. മെയിൻ മെമ്മറിയിൽ നിന്ന് അത് ഓരോന്നോരോന്നായിട്ട് ഫെച്ച് ചെയ്യുക, ബ്രിങ് ചെയ്യുക, കൊണ്ടുവരിക, എന്നിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് സിപിയുടെ ഫംഗ്ഷൻ. സിപിയുടെ വർക്ക് ഇതാണ്, ഒരേ ഒരു വർക്ക് ഇതാണ്. സോ CPU വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യമേ പ്രോഗ്രാം എല്ലാം മെയിൻ മെമ്മറിയിൽ വേണം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു മെയിൻ മെമ്മറി വോളറ്റൈൽ ആണ്, കറണ്ട് പോകുമ്പോൾ മെയിൻ മെമ്മറി എല്ലാം പോകും. അപ്പൊ സേവ് ചെയ്യുമ്പോൾ എവിടെയാ കൊണ്ട് റൈറ്റ് ചെയ്യുന്നത്? സേവ് ചെയ്യുമ്പോൾ സെക്കൻഡറി മെമ്മറിയിലാണ് റൈറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ സെക്കൻഡറി മെമ്മറീസ്? നമ്മൾ പഠിച്ചു ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, പെൻ ഡ്രൈവ്, അതൊക്കെ സെക്കൻഡറി മെമ്മറി പെട്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പ്രോഗ്രാം എപ്പോഴും സേവ് ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടെ നിന്ന് ഏത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണോ അത് മെയിൻ മെമ്മറിയിൽ കൊണ്ടുവന്ന് വെക്കണം. അത് മെമ്മറി മാനേജ്മെന്റ് മൊഡ്യൂളിന്റെ ഡ്യൂട്ടിയാണ്, മെയിൻ മെമ്മറി കൊണ്ടുവന്ന് വെക്കുകയാണ്. മെയിൻ മെമ്മറി കൊണ്ടുവന്ന വർക്ക് പ്രോഗ്രാം മാത്രമേ CPU ചെയ്യാൻ ആവശ്യപ്പെടാവൂ. CPU ചെയ്യണമെങ്കിൽ അത് മെയിൻ മെമ്മറി ഉണ്ടാവണം. മെയിൻ മെമ്മറിയുടെ ചെറിയൊരു പോർഷനാണ് ക്യാഷ് മെമ്മറി കൊണ്ടുവന്ന് വെക്കുന്നത്. ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് കുറച്ചെണ്ണം അടുത്തുകൊണ്ട് വെക്കുന്നത്, അതാണ് ക്യാഷ് മെമ്മറി കൊണ്ടുവന്ന് വെക്കുന്നത്. നമുക്ക് CPU വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓൾ ദിസ് പ്രോഗ്രാം ഹാസ് ടു ബി ഇൻ മെയിൻ മെമ്മറി. ഓക്കെ, മെയിൻ മെമ്മറിയിലെ ഓരോ പ്രോഗ്രാം വൺ ബൈ വൺ ആയിട്ട് ഫെച്ച് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് ഇൻസ്ട്രക്ഷൻസ്. മെയിൻ മെമ്മറിയുടെ പ്രോഗ്രാം എന്താ? ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. വൺ ബൈ വൺ ആയിട്ട് ഫെച്ച് ചെയ്യുക, ബ്രിങ് ചെയ്യുക, എന്നിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യുക, എന്താണ് എഴുതിയേക്കുന്നത് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ദിസ് ഇസ് ദ വർക്ക് ഓഫ് ദി CPU. Okay. Now, more elaborately, we are specifying what are the work of a CPU. Write this. It's a component that is actually responsible for interpreting and executing most of the commands from the computer hardware and software. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് തൊടാൻ പറ്റുന്ന എല്ലാം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. മോണിറ്റർ, കീബോർഡ്, അങ്ങനെ എല്ലാ ഡിവൈസിനെയും കൺട്രോൾ ചെയ്യണം. സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പ്രോഗ്രാംസ്. ലാബിൽ ചെയ്തപ്പോൾ കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്തു, അതെല്ലാം സോഫ്റ്റ്വെയർ പെടും. ഇതെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് CPU ആണ്. It controls all the operations of all other components such as memory unit, input unit, output unit, etc. നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്ന് നമുക്കറിയാം, ഇൻപുട്ട് ഡിവൈസ് എന്താണെന്നറിയാം, ഔട്ട്പുട്ട് ഡിവൈസ് എന്താണെന്നറിയാം, മെമ്മറി എന്താണെന്നറിയാം. മെമ്മറിയിൽ പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഈ എല്ലാ കമ്പോണന്റിനെയും കൺട്രോൾ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുക, വർക്ക് നടത്തുക, അതാണ് CPU-യുടെ വർക്ക്. So when it needs an input, it accepts this input from access binary input. Okay. It accesses binary input, processes this data according to those instructions, and provides the result as the output. We can also say that this is a logic machine. ഒരു ലോജിക് അനുസരിച്ച് വർക്ക് ചെയ്യുക, വൺ ബൈ വൺ ഇങ്ങനെ എന്ത് പറയുന്നു അതുപോലെ വർക്ക് ചെയ്യുക. So its main function is run the program by fetching the instruction from the memory, interpreting or evaluating it, and executing them in sequence. Okay. The main functions of CPU are as follows. Read instruction from memory, communicate with all peripherals using system bus. It controls the sequence of instructions. It controls the flow of data from one component to another component. Performs the computing task specified in the program. And let's explain ചെയ്യാം. First function എന്താ? Instructions memory എന്ന് വായിക്കണം. Read instructions from memory. Memory വെച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? Whenever we say memory, it is primary memory. സെക്കൻഡറി മെമ്മറിയാണ് എടുത്തു പറയാം. ഇല്ലെങ്കിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രൈമറി മെമ്മറിയാണ്, റാം, അതാണ് മെമ്മറിയോട് ഉദ്ദേശിക്കുന്നത്. റീഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് വിത്ത് ഓൾ പെരിഫറൽസ് യൂസിങ് സിസ്റ്റം ബസ്. വാട്ട് ഇസ് പെരിഫറൽസ്? ചുറ്റും നിൽക്കുന്നവ, അതായത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്. അതായത് നമ്മുടെ ബ്രെയിനിന് ചുറ്റും, CPU ചുറ്റും നിൽക്കുന്ന ഡിവൈസിനാണ് പെരിഫറൽസ് പറയുന്നത്. ഇൻ ജനറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പെരിഫറൽസ്. Input or device and memory encoded in the
peripherals. The CPU communicates with peripherals using system bus. CPU ഉപയോഗിക്കുന്ന ബസ്സിന് പറയുന്ന പേരാണ് system bus. What is a bus? Okay, അടുത്ത slide പറയാം എന്താ bus. Bus is a set of wires through which information travels. Okay. And another function of CPUs is that it controls the sequence of instructions. Instruction sequence control ചെയ്യുന്നു. Naturally sequence എങ്ങനെ 1 2 3 4 5 etc. എന്നാണ്. അപ്പോൾ പറയും ഫോർത്ത് ഇൻസ്ട്രക്ഷൻ പറയും ഇനി 5 ചെയ്യേണ്ട 8 ചെയ്താൽ മതി. അപ്പോൾ അത് 8ലേക്ക് എട്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ചെയ്യൂ 8 പറയും ഇനി 10 ചെയ്താൽ മതി 9 ചെയ്യേണ്ട 10 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ട് കൺട്രോൾ ചെക്ക് ചെയ്യാം. That is, it controls the sequence of instructions. It controls the flow of data from one component to another. ഒരു കമ്പോണന്റ് നിന്ന് വേറെ കമ്പോണന്റിലേക്ക് ഡേറ്റ ഫ്ലോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ കീബോർഡ് ഡേറ്റ ടൈപ്പ് ചെയ്യണം. കീബോർഡിൽ നിന്ന് എന്ത് വേണം മെമ്മറിയിലേക്ക് ഡാറ്റ ട്രാവൽ ചെയ്യണം. ദാറ്റ് ഇസ് ഫ്ലോ ഓഫ് ഡേറ്റ. അതായത് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അതായത് മോണിറ്ററിലേക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ മെമ്മറിയിൽ നിന്ന് വീണ്ടും മോണിറ്ററിലേക്ക് ഡാറ്റ ട്രാവൽ ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് ഫ്ലോ ഓഫ് ഡേറ്റ. ഡേറ്റയുടെ ഒഴുക്ക്. Flow of data from one component or one device to another device. Okay. It performs the computing tasks specified in the program. Programനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടിംഗ് ടാസ്കും ചെയ്യാം. കമ്പ്യൂട്ടേഷൻ നടത്താം. എന്താ മീനിങ്? വാട്ട് ഇസ് കമ്പ്യൂട്ടേഷൻ? കാൽക്കുലേഷൻസ്. ഓക്കെ. അണ്ടർ ടാസ്ക് എന്തെങ്കിലും ചെയ്യാൻ പറയാ, കൂട്ടുക കുറയ്ക്കുക, അതൊക്കെ കമ്പ്യൂട്ടിംഗ് ടാസ്ക് ആണ്. ഇതെല്ലാം ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് സിപിയുടെ മെയിൻ ഫങ്ഷൻസ്. ഇറ്റ്സ് ക്ലിയർ ഐ തിങ്ക്. ഇൻസ്ട്രക്ഷൻ മെമ്മറി നിന്ന് വായിക്കുക, എല്ലാ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷന്റെ സീക്വൻസ് കൺട്രോൾ ചെയ്യുക, ഡാറ്റ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുക, കമ്പ്യൂട്ടിംഗ് ടാസ്ക് സ്പെസിഫൈ ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സിപിയു മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ഉണ്ട്. സിപിയു ഹാസ് 3 കമ്പോണൻസ് റെസ്പോൺസിബിൾ ഫോർ ദീസ് ഡിഫറെന്റ് ഫങ്ഷൻസ്. ദീസ് ആർ കൺട്രോൾ യൂണിറ്റ്, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് നേരത്തെ കേട്ടാണ്. വാട്ട് ഇസ് രജിസ്റ്റേഴ്സ്? ദിസ് ഹൈ സ്പീഡ് സ്റ്റോറേജ് ഡിവൈസ് യൂസ് ഫോർ ദ സിപിയുവിന് വേണ്ടിയിട്ടുള്ള ഹൈ സ്പീഡ് സ്റ്റോറേജ് ഡിവൈസ് ആണ് രജിസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. Next is this is the main diagram or the block diagram of a CPU, central processing unit. സിപിയുടെ അകത്ത് 2 പാർട്ടാണ്. ഒന്ന് കൺട്രോൾ യൂണിറ്റും ഒന്ന് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും. ഇത് കൂടാതെ രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സിന്റെ മെമ്മറിയാണ് ഡാറ്റ എടുക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. See how they are communicating. ചുറ്റുള്ള പെരിഫറൽസ് എന്തൊക്കെയാ? ഒന്ന് സ്റ്റോറേജ് യൂണിറ്റ് മെമ്മറി, പിന്നെ ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, അടുത്ത ഔട്ട്പുട്ട് യൂണിറ്റ്. ദീസ് ആർ ദ പെരിഫറൽസ്. ചുറ്റും നിൽക്കുന്നവ, അതാണ് പെരിഫറൽസ് ഉദ്ദേശിക്കുന്നത്. ചുറ്റും നിൽക്കുന്നവയാണ് പെരിഫറൽസ്. This is a peripheral. Yeah, this output unit is a peripheral. Input unit is another peripheral. And memory, storage unit for memory is another peripheral. Storage unit is secondary memory varum, primary memory varum. Okay. Here control flow of the solid arrow shows data flow and dotted arrow shows control flow. So that's the data flow in the control മാത്രമേ flow ചെയ്യുന്നുണ്ടാവുള്ളൂ. Okay. ശ്രദ്ധിച്ചു നോക്കുക. CPU ഇതാണ് CPU. This is what is CPU. ഇതാണ് CPU part. ഇതിന്റെ ഡേറ്റ എങ്ങോട്ടൊക്കെ ഫ്ലോ ചെയ്യുന്നത്? മെമ്മറിയിലേക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ സോളിഡ് ലൈൻസ് ഉള്ളൂ. ശ്രദ്ധിക്കുക, വേറെ എവിടെയും സോളിഡ് ലൈൻസ് ഇല്ല. ദാറ്റ് ഈസ് സിപിയു കമ്മ്യൂണിക്കേറ്റ്സ് ഓൺലി വിത്ത് ദ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്. ഓക്കെ. പ്രൈമറി ഡിവൈസ് എന്നാണ് സെക്കൻഡറി സ്റ്റോറേജിലേക്ക് പോകുന്നത്. സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് പ്രൈമറിയിലേക്ക് പോകുന്നു, പ്രൈമറിയിൽ നിന്ന് സിപിയിലേക്ക് പോകുന്നു. ഇൻ ബിറ്റ്വീൻ വി ക്യാൻ പ്ലേസ് എ ക്യാഷ് ഓൾസോ. നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ ക്യാഷോട് ഇൻക്ലൂഡ് ആയിട്ട് എപ്പോഴും സംസാരിക്കാം. പ്രൈമറി മെമ്മറി ഒരു പാർട്ട്, ചെറിയൊരു പാർട്ട് ക്യാഷ് മെമ്മറി കൊണ്ടുവന്ന് വെക്കുന്നതേ ഉള്ളൂ. ക്യാഷ് മെമ്മറി ഇല്ലെങ്കിൽ സിപിയു വർക്ക് ചെയ്യും. കുറച്ച് സ്ലോ ആവും, കാരണം മെയിൻ മെമ്മറി പോയി എടുക്കണ്ടേ. CPU communicates directly only with the primary storage device. ബാക്കിയെല്ലാം കൺട്രോൾ ഫ്ലോ ആണ്. Suppose CPU wants some input, it will tell the memory, get me some input. അപ്പൊ എന്ത് വേണം? ഇവിടുന്ന് ഇൻപുട്ട് യൂണിറ്റ് കൺട്രോൾ പോകും. ഇൻപുട്ട് യൂണിറ്റ് ഡാറ്റ കീബോർഡ് ടൈപ്പ് ചെയ്ത ഡാറ്റ മെമ്മറിയിലെത്തും. മെമ്മറി വഴിയാണ് ഇങ്ങോട്ടേക്ക് എത്തുക. ഓക്കെ. സിമിലർലി ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. എപ്പോഴും മെമ്മറി വഴിയാണ് CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. CPU ഡയറക്റ്റ് അടുത്ത് നിൽക്കുന്നത് മെമ്മറിയാണ്.
വൈ ഡു വി ഡു സോ? എന്തുകൊണ്ട് ഡയറക്റ്റഡ് ചെയ്തുകൂടാ? ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും വളരെ സ്ലോ ആണ്, വളരെ പതുക്കെ ചെയ്യൂ. അപ്പൊ സി പി ഹൈ ഫാസ്റ്റ് ആണ്, വളരെ ഫാസ്റ്റ് ആണ്, നമ്മൾ സിങ്ക് ചെയ്ത് പോകില്ല. അപ്പൊ സി പി വളരെ സ്ലോ ആയി പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മെമ്മറിയുടെ സ്പീഡ് വെച്ച് എന്താ, ഇടയ്ക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മെമ്മറി വഴി എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാം ഇപ്പൊ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ ഇൻപുട്ട് യൂണിറ്റ് ഡാറ്റ ഇങ്ങോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ എന്ത് വേണം? അതിന്റെ അർത്ഥം ഇൻപുട്ട് ചെയ്യുന്ന മെമ്മറി വഴി ഡാറ്റ കിട്ടിയതാണ് അസ്യൂം ചെയ്യുക. This is the basic block diagram of a CPU. Okay. Now just bus എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. What is bus? Bus is, it is through the bus the data is traveling, or it is through the bus the control is traveling. I'll read out the definition. A common parallel path over which information is transferred from any of the several sources to any of the several destinations. What does it mean? Common parallel path. Common ആയിട്ട് യൂസ് ചെയ്യുന്ന പാരലൽ ആയിട്ടുള്ള പാത്താണ്. Over which information is transferred from any device to any device. Okay. So data travel ചെയ്യണ എങ്ങനെയാണ്? നമ്മൾ പഠിച്ച ബിറ്റ് വെച്ച് എന്താ? ബിറ്റ് ക്യാൻ ബി 0 or 1. Okay. ഒരു ബിറ്റ് ട്രാവൽ ചെയ്യാൻ ഒരു വയർ വേണം. Through which either a 0 can travel or a 1 can travel. ഏതെങ്കിലും ഒരെണ്ണം മാത്രം. നമുക്ക് ഓരോ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുന്ന പറ്റും. വളരെ പതുക്കെയാണ് ഡാറ്റ എല്ലാം കിട്ടുള്ളൂ. ഒരു വയറല്ല വെക്കാൻ, ഒരു പാരലൽ വയേഴ്സ്. സെറ്റ് ഓഫ് വയേഴ്സ് മിനിമം 8 എങ്കിലും വേണം. കാരണം ബൈറ്റ് ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ്. This is a parallel set of lines through which data can travel. Through each wire, either a 0 or a 1 can travel. Okay, so this is a bus. 1, 2, 3, 4, 5, 6, 7. Let me write 30, 31, 32. That means 32 bits of information can travel through this set of wires. ഒറ്റയടിക്ക് 32 ബിറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്പെസിഫിക്കേഷൻ വായിച്ചു നോക്കുക കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ. ഇപ്പൊ 64 ബിറ്റ് എന്ന് കാണും. അതിന്റെ അർത്ഥം എന്താ? സി പി യുടെ ട്രാവൽ ചെയ്യുന്ന ബിറ്റിന്റെ എണ്ണം 64 ബിറ്റ് ഒറ്റയടിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, 32 ബിറ്റ്സ് ഈ വയറൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ 64 ബിറ്റ് സെൻഡ് ചെയ്യണം. എന്ത് പറ്റും? നമുക്ക് 64 ബിറ്റ് സെൻഡ് ചെയ്യണം. അപ്പൊ 64 ബിറ്റ് ഒറ്റയടിക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. 32 ആദ്യം 32 സെൻഡ് ചെയ്യണം, പിന്നെ 32 സെൻഡ് ചെയ്യണം. കുറച്ച് വേണം. അതേസമയത്ത് 64 വയറുണ്ടെങ്കിലോ ഒറ്റയടിക്ക് 64 സെൻഡ് ചെയ്യാൻ പറ്റും. This is the definition of a bit. It's a common parallel path over which information is transferred from any device. Input in output lekko, memory in the system, CPU lekko, CPU in the memory lekko, engane vella information travel cheya. Common path aanu. Ellavarum ubhayikkunna ore path thaneyirikkum. Okay, common path aanu. Idhe path kude ni data travel cheya, idhe path kude address travel cheya. Appo angane common aayittu ubhayikkunna set of wires aanu bus nu parayunnu. Ini അതിന് ഡേറ്റ മാത്രമേ ട്രാവൽ ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് എ ഡേറ്റ ബസ്. അഡ്രസ് ആണെങ്കിലോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എൻ അഡ്രസ് ബസ്. അതല്ല കൺട്രോൾ ആണ് ട്രാവൽ ചെയ്യുന്നോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ കൺട്രോൾ ബസ്. ഓക്കെ, ഇവിടെ ഡേറ്റയാണ് ട്രാവൽ ചെയ്യുന്നത്. ദിസ് ഇസ് ഡേറ്റ ഫ്ലോ. ഡേറ്റ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു, താഴേക്കും ട്രാവൽ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാവൽ ചെയ്യുന്നുണ്ട്. രണ്ട് സെപ്പറേറ്റ് വയേഴ്സ് അല്ല ഉപയോഗിക്കുക. നമ്മൾ സെറ്റ് ഓഫ് കുറെ വയേഴ്സ് ഉണ്ടാവും. ആ വയേഴ്സ് കൂടെ ഇങ്ങോട്ടാണെങ്കിൽ ഡാറ്റ എല്ലാം ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും, അല്ല അങ്ങോട്ടാണ് ഡാറ്റ എല്ലാം അങ്ങോട്ട് ട്രാവൽ ചെയ്യും. വി ആർ യൂസിങ് സെയിം സെറ്റ് ഓഫ് വയർ ടു ട്രാവൽ ഡാറ്റ ഇൻ ബോത്ത് ഡയറക്ഷൻ. സോ ദേ ആർ നോൺ ആസ് ബൈ ഡയറക്ഷണൽ. രണ്ട് ഡയറക്ഷൻ ട്രാവൽ ചെയ്യുമെങ്കിൽ ബട്ട് നെയിം ഫോർ ദാറ്റ് ഇറ്റ് ഇസ് ബൈ ഡയറക്ഷണൽ ഡേറ്റ. ട്രാൻസ്ഫർ ഡേറ്റ ടു ഓർ ഫ്രം IO ഡിവൈസ് ടു മെമ്മറി. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറിയിലേക്കോ മെമ്മറിയിൽ നിന്ന് ഇൻപുട്ട് ഔട്ട് ഡിവൈസിലേക്കോ ട്രാവൽ ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് ബൈ ഡയറക്ഷണൽ data travel. Next is address bus. Address bus means transfer of data to IO device or to memory. ഒരു ഡയറക്ഷൻ മാത്രമേ അഡ്രസ് ആവശ്യമുള്ളൂ. അതിന്റെ മീനിങ് എന്താ? നമുക്ക് ഇന്ന അഡ്രസ്സിൽ നിന്ന് ഡാറ്റ എടുത്തോണ്ട് വരും. മെമ്മറിയോട് പറയാണ്. മെമ്മറി എന്ന് വെച്ചാൽ എന്താ? കുറെ ബ്ലോക്ക് ഓഫ് ഡാറ്റയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഡാറ്റ പല സ്ഥലത്ത് ഡാറ്റ ഇരിപ്പുണ്ടാവും. ഓക്കെ, ഗെറ്റ് ദിസ് അഡ്രസ്. ഈ അഡ്രസ്സിൽ നിന്നാണ് ഡാറ്റ എടുത്തോണ്ട് വരിക. അതാണ് പറയുന്നത്. അപ്പൊ അങ്ങോട്ട് അഡ്രസ് മാത്രം കൊടുത്താൽ മതി. തിരിച്ചു വരുന്ന ഡാറ്റ എവിടുത്തെ ഡാറ്റാബേസിൽ തിരിച്ചു വരാം. ഓക്കെ, അഡ്രസ് വി സെൻഡ് അഡ്രസ്. ഈ അഡ്രസ്സിന് ഡാറ്റ എടുക്കും. അപ്പൊ അങ്ങോട്ട് മാത്രമേ ഡാറ്റ പോകുന്നുള്ളൂ. യൂണി ഡയറക്ഷൻ. തിരിച്ചു ഡാറ്റ ഇന്ന് ഡാറ്റാബേസിൽ കൂടെ ഡാറ്റ ട്രാവൽ ചെയ്യാം. അപ്പോൾ അത് ബൈ ഡയറക്ഷനിലായിരിക്കും.
Okay, similarly, to send different control signals to or from your device to memory, we are using a control bus. Control bus ഡേറ്റയോ അഡ്രസ്സോ ഒന്നും ട്രാവൽ ചെയ്യുന്നില്ല, ഡേറ്റ ട്രാവൽ ചെയ്യുന്നില്ല, പകരം കൺട്രോൾ ആയിരിക്കും. ഗെറ്റ് ദിസ് ഡേറ്റ, ഗെറ്റ് എ സിഗ്നൽ, റീഡ് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്തുകൊണ്ട് വരും, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്തുകൊണ്ട് വരും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരേ ബസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വി ആർ യൂസിങ് സെറ്റ് ഓഫ് സെയിം ലൈൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡേറ്റ വേണമെങ്കിൽ അങ്ങോട്ട് ഫ്ലോ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങോട്ട് ഫ്ലോ ചെയ്യണമെന്ന് പറയണം, അല്ലെങ്കിൽ ഒരേ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കൊളൈഡ് ആവില്ലേ, രണ്ടുപേരും ഒരേ സമയം സെൻഡ് ചെയ്തെങ്കിൽ കൊളൈഡ് ആവും. അപ്പൊ കൺട്രോൾ ബസ് വഴിയാണ് തീരുമാനിക്കുന്നത് ഇവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടത്, റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ, ഡാറ്റ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണോ അത് അങ്ങോട്ട് ട്രാവൽ ചെയ്യണോ എന്നൊക്കെ. കൺട്രോൾ സിഗ്നൽസ് വേണം. കൺട്രോൾ സിഗ്നൽസ് എങ്ങനെയാണ്, ആ രീതിയിലാണ് ഡാറ്റ ട്രാവൽ ചെയ്യുക. ഓക്കെ, ദിസ് അബൌട്ട് ബസസ്. See this here, the device which we have learned is connected through a bus. CPU contains registers, main memory, secondary storage device, input device. We can connect any input device or any output device. Common item to input output device. All these things connected through a bus. Only through the bus the data as well as control is traveled. Next term which we are going to learn is interfacing. Interface is the path for communication between two components. രണ്ട് കമ്പോണന്റ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പാത്താണ് ഇന്റർഫേസ്. Interfacing is of two types. One is memory interfacing and second one is IO interfacing. Memory interfacing അർത്ഥം എന്താ, മെമ്മറിയോട് ഇന്റർഫേസ് ചെയ്യുക. IO interfacing means ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസോട് ഇന്റർഫേസ് ചെയ്യുക. നമ്മൾ പഠിച്ചു ബസ്സസ് ഉണ്ട്, 3 തരം ബസ്സസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഡാറ്റ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഈ അഡ്രസ് ബസ്സിൽ കൂടെ അഡ്രസ് ട്രാവൽ ചെയ്യും, ഡാറ്റ ബസ്സിൽ കൂടെ ഡാറ്റ ട്രാവൽ ചെയ്യും, കൺട്രോൾ ബസ്സിൽ കൂടെ കൺട്രോൾ സിഗ്നൽ സെൻഡ് ചെയ്യും. ഇത് ഏതൊക്കെ ഡിവൈസ് ആയിട്ടാ? CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓരോ ഡിവൈസിന്റെയും കപ്പാസിറ്റി സ്പീഡും ഒക്കെ ഡിഫറെന്റ് ആണ്, അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ ഡിഫറെന്റ് ആണ്. അത് ഇന്റർഫേസ് ചെയ്യുന്നതാണ് ഇന്റർഫേസിന്റെ വർക്ക്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ക്ലാസ്സിലെ ടീച്ചർ ഒരു നോട്ട് ഡിറ്റക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് ലൈൻ ടീച്ചർ വായിക്കും, കുറച്ച് സമയം കുട്ടികൾക്ക് എഴുതാൻ കൊടുക്കും, ആ സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം. എന്നിട്ട് സെക്കൻഡ് ലൈൻ വായിക്കും. അപ്പൊ സെക്കൻഡ് ലൈൻ വായിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ലൈൻ എഴുതി തീരണം, ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല, പല ഗ്യാപ്പുകൾ വരും. അപ്പൊ there is a time delay. നമുക്ക് ആ ടീച്ചർക്ക് അറിയാം, അല്ലെങ്കിൽ കുട്ടികൾ പറയും എനിക്ക് കിട്ടിയില്ല, വായിക്കാൻ പറ്റില്ല, ടീച്ചർ ഒന്നുകൂടി പറയൂ എന്ന് പറയും. അപ്പൊ ടീച്ചർക്ക് അറിയാം എത്ര സമയം കഴിഞ്ഞാലാണ് അടുത്ത സെന്റൻസ് വായിക്കേണ്ടത്. അപ്പൊ സ്റ്റുഡൻസ് റൈറ്റ് ചെയ്യാൻ ടൈം അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാത്ത് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു കമ്പോണന്റ്സ്. അപ്പൊ അതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഡിലേ ഉണ്ട്, ഒരു ചെറിയ ഡിലേ ഉണ്ട്. ആ ഡിലേ വഴിയാണ് മെമ്മറി ആയിട്ട് ഇന്റർഫേസ് ചെയ്യുക. മനസ്സിലായോ? അത് മെമ്മറി ആയിട്ട് ഇന്റർഫേസ് വെച്ചാൽ CPU മെമ്മറിയും തമ്മിൽ, CPU കൊടുക്കുന്ന ഡേറ്റ മെമ്മറിക്ക് റീഡ് ചെയ്യാൻ പറ്റണം. റീഡ് ചെയ്യാൻ പറ്റില്ല എന്ത് വേണം, അവിടെ ഡിലേ ചെയ്യണം. ഓക്കെ, എനിക്ക് മനസ്സിലായില്ല ഒന്നൊരു പറയൂ, അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല ഒന്നൊരു പറയൂ. അപ്പൊ അത്രയും സമയം ഡിലേ ചെയ്യണം. ഇത് നമ്മൾ ഇന്റർഫേസിംഗ് ആണ്, മെമ്മറി ഇന്റർഫേസ്. ഓക്കെ, അതിൽ മെമ്മറിയിൽ നിന്ന് കൊടുക്കുന്ന ഡാറ്റ CPU-യിലേക്ക് എത്തണം. CPU മെമ്മറി അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ഇന്റർഫേസ് ചെയ്യുക, ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് വേണ്ട ഒരു ഇന്റർഫേസ് ഉണ്ട്. ആ ഇന്റർഫേസ് വഴിയാണ് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ CPU ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് തമ്മിൽ ഇന്റർഫേസ് ചെയ്യുന്നുണ്ട്. ആ ഇന്റർഫേസിംഗ് ആണ് IO ഇന്റർഫേസിംഗ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും CPU നമ്മൾ ഇന്റർഫേസ്. CPU കൊടുക്കുന്ന ഡാറ്റ നേരിട്ട് നമ്മൾ CPU കൊടുക്കുന്ന അതുപോലെ ഞാൻ പറയും, മെമ്മറി വഴിയാണ് ഡാറ്റ പോകുന്നത്. അപ്പൊ മെമ്മറിയിൽ കൊണ്ട് റൈറ്റ് ചെയ്തിട്ട് അവിടുന്ന് വഴിയാണ് ഡാറ്റ പോകുന്നത്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എത്തുക. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എല്ലാം റീഡ് ചെയ്തില്ല, എന്തെങ്കിലും എറർ വന്നു, അപ്പൊ വീണ്ടും റീഡ് ചെയ്യണം. അതിൽ ഔട്ട്പുട്ട് കൊടുത്തു, പ്രിന്റ് ചെയ്തില്ല, അപ്പൊ എന്താണ് ഒന്നുകൂടി പ്രിന്റ് ചെയ്യണം. അപ്പൊ അതൊക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റർഫേസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇന്റർഫേസ് ഇടയിൽ നിൽക്കുക. ഓക്കെ, this is the definition. When we are executing any instruction, we need the CPU to access the memory for reading the instruction codes and the data stored in the memory. For this, both the memory and the microprocessor requires some signals to read from and write to registers. The interfacing process includes some key factors to match with the memory requirement and the microprocessor signals. The interfacing circuit therefore should be designed in such a way that it matches the memory signal requirements with the signals of the microprocessor. Okay. Interface circuit എന്ത് വേണം? മെമ്മറി സിഗ്നലും CPU തമ്മിൽ മാച്ച് ചെയ്യണം.
interface. Same IO interfacing ആണല്ലോ. What is IO? Input devices and output devices. Keyboard, mouse, printer, monitor. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ട സംഭവം സെറ്റിംഗ് ആണ് IO interfacing duty. It is done using a set of latches and buffers. Terms ഒക്കെ familiar ആയിട്ടില്ല. Latches and buffers. This means temporary storage area. ഞാൻ നേരത്തെ പറഞ്ഞു CPU സ്പീഡും IOയുടെ സ്പീഡും നമ്മൾ മാച്ച് ചെയ്യാനേ പറ്റില്ല. CPU റൈറ്റ് ചെയ്യാൻ ഒരു ബഫറിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കും, ഒരു സ്റ്റോറേജ് റൈറ്റിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കും. ഇവിടെ നിന്ന് കീബോർഡിലേക്ക് പതുക്കെ അല്ലെങ്കിൽ റിമോട്ടിലേക്ക് പതുക്കെ 1 by 1 ആയിട്ട് പോയാൽ മതി. ഇടയിൽ ഇന്റർഫേസ് ഉണ്ടാവും, ആ ഇന്റർഫേസിലേക്കാണ് റൈറ്റ് ചെയ്ത് വെക്കുന്നത്. നേരിട്ട് മോണിറ്ററിലേക്ക് പ്രിന്റ് ചെയ്യാൻ കൊടുക്കില്ല, കാരണം അത്രയും ഡിലേ വരില്ലേ. അതിന് പകരം അവർ സ്റ്റോറേജ് വെച്ചിട്ടുണ്ടാവും, അതിലേക്ക് അതിൽ നിന്ന് ഓരോന്നായിട്ട് മോണിറ്റർ എടുത്തോളൂ. This is interface. Okay, now we are going to learn about CPU organization. The main CPU organization. CPU മൂന്ന് കമ്പോണന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞാണ് CPU മൂന്ന് കമ്പോണന്റ് ആണ് ഉള്ളത്. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, മൂന്ന് രജിസ്റ്റേഴ്സ്. Okay, registers are there will be a set of n general purpose registers. ഈ രജിസ്റ്റേഴ്സ് ഏത് പർപ്പസ് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, എത്ര രജിസ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ ഓരോ CPU-നും ഡിഫറെന്റ് ആയിരിക്കും. പല CPU-നും പല നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. പക്ഷെ എങ്ങനെ വന്നാലും ഒരു 5 രജിസ്റ്റർ കോമൺ ആയിട്ട് എല്ലാ CPU-നും ഉണ്ടാവും. എല്ലാ CPU-നും എസെൻഷ്യൽ ആയിട്ട് 5 രജിസ്റ്റേഴ്സ് വേണം. We are going to learn about those 5 registers. They are MAR, Memory Address Register, PC, Program Counter, IR is Instruction Register, MBR or MDR രണ്ടും പറയും. നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട് ഡെഫിനിഷൻ. MBR and NDR, they are memory data register or memory buffer register. R0 to RNR, R0 to Rn-1, that is N general purpose registers. This N depends on CPU to CPU. ഇത് കൂടാതെ കൺട്രോൾ യൂണിറ്റിന്റെ ALU. ഈ ഫിഗറിൽ എന്താ രജിസ്റ്റേഴ്സിനെ കുറിച്ച് ഡെപ്തിൽ പറയുന്നത്. ഓക്കെ, so these are the 5. This is the first register, this is the second one, this is the third one, this is fourth one. We finally do registered in the ACC accumulator. These are the 5 registers common to all computers, all CPU. These registers are common. Okay, MAR, program counter, IR, MBR, and ACC. ACC stands for accumulator. Accumulator lies inside arithmetic and logic unit. So we'll learn what are the functions of arithmetic and logic unit. Arithmetic വാക്കിനർത്ഥം എന്താ? Arithmetic works, addition, subtraction, multiplication, division. These are the arithmetic and logic operations. It is done inside ALU. L stands for logic. What is logic operation? Logic operation means comparison operators. രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ മനസ്സിലാവും? ഒന്ന് മറ്റേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ വലുതാണ്, ഈക്വൽ ആണ്, ഈക്വൽ അല്ല, അങ്ങനത്തെ കുറെ ഇൻഫർമേഷൻസ് കിട്ടും. They are comparison operators. That is, they are combining less than, equal to. ഇങ്ങനെ മാത്സ് എഴുതാം. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് ആവുമ്പോൾ ഇങ്ങനെ എഴുതും. Less than equal to, greater than equal to, greater than equal to. രണ്ട് തമ്മിൽ ഈക്വൽ ആണോ, നോട്ട് ഈക്വൽ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന എവിടെയാ? ALUവിന്റെ അകത്ത് വെച്ചിട്ടാണ്. ALU stores the results of this operation inside accumulator. Okay. So now we are going to deal with the functions of ALU. ALU accepts operands from the registers. It performs arithmetic and logic operations. It returns the result to the register or to a memory. ALU ചെയ്യുന്ന ഇവിടെ ചേട്ടാ, this is the ALU, arithmetic and logic unit. Registers ഉണ്ട്. Registers ഏതൊക്കെ ആഡ് ചെയ്യണോ ആ ഡാറ്റ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. That's first one. Accepts operands. Operands is value in the registers. See, suppose we have instruction C is equal to A plus B. Here operands are A, B, C. A, B, C are operands. Variable പറയുന്ന വേറൊരു പേരാണ് operand. നമുക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വേരിയബിൾസ്. നിങ്ങൾ മാത്സ് പഠിക്കുന്നവരല്ലേ? x സ്ക്വയർ A സ്ക്വയർ പ്ലസ് BX പ്ലസ് C. ഇതിൽ എക്സിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. Sorry, ABCയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. So ABCs are the variables. വേരിയബിൾ പറയുന്ന വേറൊരു പേരാണ് operands. It accepts operands from the registers. Performs arithmetic and logic operations. So C equal to A plus B എന്ന് പറയുകയാണെങ്കിൽ അത് ഈ ഓപ്പറേഷൻ ചെയ്യാം. Returns the result to register known as accumulator. And
to the memory. Accumulated വെക്കാം. So that's the previous one. So ഇവിടെ വെച്ചിട്ടാണ് എല്ലാ ഓപ്പറേഷൻസ് നടത്തുന്നത്. റിസൾട്ട് എവിടെ വരും? അക്യുമുലേറ്റർ എഴുതും. ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു, സെക്കൻഡ് ചെയ്യാണ്. സെക്കൻഡ് ചെയ്യുമ്പോൾ വീണ്ടും അക്യുമുലേറ്റർ തന്നെ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത് കഴിയുമ്പോൾ ഓവർ റൈറ്റ് ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് അത് മെമ്മറിയിലേക്ക് മാറ്റണം. So the functional units of ALU are adder unit, shift unit, logic unit, multiplier, division, branch, floating point unit, arithmetic, decimal arithmetic unit, BCD adders and subtractors. Okay, adder unit എന്താ? Add ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ. To add. Clear ആണ്. To add we are using this adder unit. Logic or comparison. Not equal to equal to equal to. Multiplication. Multiplication ഇങ്ങനെ സിമ്പിൾ ഉപയോഗിക്കാം. This is division. Will come to branch. Okay. Will come to shift also. Floating point operation means real numbers. Real numbers. That is, we can write 23.245. And this is 2.345 into 10 എഴുതാം. അല്ലേ? This point can float. ഒരു നമ്പർ തന്നെ പോയിന്റ് ഫ്ലോട്ട് ചെയ്ത് പല രീതിയിൽ എഴുതാം. റിയൽ നമ്പർ എന്ന് പറയുന്ന വേറൊരു പേരാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് മീൻസ് is a unit that does floating point arithmetic or real arithmetic. Okay. Decimal arithmetic unit. This we will learn when we are learning next module. Okay. BCD adders, subtractors, which we will learn in due course. Shift operation means shifting values to the left or right. Left shift or right shift. Suppose we have a set of numbers like this 1 0 1 0 1 1 1 0 1. നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഇവിടുന്ന് 10 വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ട് ഷിഫ്റ്റ് ടു ലെഫ്റ്റിൽ രണ്ടെണ്ണം ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് പറ്റും? ഇത് ഇങ്ങോട്ട് പുഷ് ആവും. ഈ രണ്ടെണ്ണം ഇങ്ങോട്ട് പുഷ് ആവും. That means this one will be pushed here. This one will come here. This one will come here. ബാക്കി എല്ലാം ഇങ്ങോട്ട് മാറി മാറി പോകും. 0 1 1 1 0 1. ഓക്കെ, ഈ ബാക്കി എല്ലാ നമ്പേഴ്സും ഇങ്ങോട്ട് നീങ്ങിപ്പോയി. ഈ രണ്ട് നമ്പർ പുറത്തായി അല്ലേ? ഇവരെ തിരിച്ച് ഇവിടെ കൊണ്ടുപോയി. This is what is shifting operation. വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ക്ലാസ്സിൽ 5 പേര് ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഓക്കെ, 5 പേര് തിങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റിൽ നിന്ന് ഒരു പുഷ് ഒരു കുട്ടി പുറത്തേക്ക് വരും. ആ കുട്ടി എന്തൊരു ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങി വന്ന് റൈറ്റിൽ വന്നിരുന്നു. ഒന്നൊരു പുഷ് കൊടുത്തു. അപ്പോൾ അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പുറത്തുപോയി. അയാൾ വീണ്ടും കറങ്ങി വന്ന് ഇപ്പുറത്ത് വരും. ഇതാണ് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ. അത് നമുക്ക് ലെഫ്റ്റിലേക്ക് വേണേൽ പുഷ് ചെയ്യാം, അല്ല റൈറ്റിലേക്ക് വേണേൽ പുഷ് ചെയ്യാം. എപ്പോഴും 5 പേര് തന്നെ ഉണ്ടാവും. ഇരിക്കുന്ന പൊസിഷൻ മാറും. ദാറ്റ്സ് എ പർപ്പസ് ഓഫ് ദി ഷിഫ്റ്റ്. ഓക്കെ, ബ്രാഞ്ചിങ് മീൻസ് സാധാരണ നമ്മൾ എക്സിക്യൂട്ട് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഇങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. ബ്രാഞ്ചിൽ നമുക്ക് പറയാം go to step 6. The 7th one, the 8th one. Go to step 10. അപ്പൊ എന്തോ ഇവിടെ നേരെ 10ലേക്ക് വരും. നേരെ പോയിക്കൊണ്ടുന്ന സാധനം ബ്രാഞ്ച് പല സ്ഥലത്തേക്ക് പോവാം. അതാണ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. ഒരു വഴികൾ സീക്വൻസിൽ പോയതിന് പകരം ബ്രാഞ്ച് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവാം. That's the purpose of this branch instructions. Okay. Shall I move to the next one? They are known as registers. Registers are high-speed temporary storage locations in the CPU. It is made from electronic devices such as transistors, flip-flops, etc. Registers can be thought of as CPU's working memory. Our main memory and the main memory വീണ്ടും സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാ? ഹൈ-സ്പീഡ് സ്റ്റോറേജ് ഡിവൈസസ്. സോ സിപിയുടെ സ്പീഡ് ഒരു വിധത്തിലും കുറയില്ല രജിസ്റ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ. രജിസ്റ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ സിപിയുടെ സ്പീഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രജിസ്റ്റേഴ്സ് കൊണ്ടുവയ്ക്കുന്നത്. എന്നിട്ട് പറയാം, ആദ്യമേ സെക്കൻഡറി മെമ്മറി ഉണ്ടാവും, അവിടുന്ന് പ്രൈമറി മെമ്മറി കൊണ്ടുവരുന്നു, പിന്നെ ക്യാഷിൽ കൊണ്ടുവരുന്നു, ക്യാഷിന് കുറച്ചെണ്ണം എടുത്ത് വീണ്ടും രജിസ്റ്ററിൽ കൊണ്ടുവരുന്നു. തൊട്ടടുത്ത സിപിയുടെ പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റും. സിപിയുടെ അകത്ത് ഞാൻ രജിസ്റ്റേഴ്സ് ഇരിക്കുന്നത്. ഹൈ-സ്പീഡ് സ്റ്റോറേജ് ലൊക്കേഷൻസ്. Registers are used for storing the data temporarily during the execution of the program. The contents of registers are faster than the contents of the memory.
And there are 5 registers which are essential for any instruction. Just to mention this, we'll learn that in detail. First is program counter. Remember this is very important. Program counter. It contains the address of the next instruction to be fetched. ഇനി ഏത് ഇൻസ്ട്രക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത് തീരുമാനിക്കുന്നത് പ്രോഗ്രാം കൗണ്ടറിലാണ്. പ്രോഗ്രാം കൗണ്ടറിലെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ നമ്മൾ ഏത് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നോ അതിന്റെ ആദ്യത്തെ അഡ്രസ് വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഓക്കെ, this is the instruction. This is the address of the instruction which we are going to do next. Second is just instruction register. It contains the instruction most recently fetched. ഇപ്പോൾ നമ്മൾ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന IR ലാണ്. Next is memory address register. It contains the address of a location memory for read and write operation. Read ചെയ്യണമെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിലും വേണ്ട അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. Next is memory buffer register. Memory buffer register എന്ന് പറയും, memory data register എന്ന് പറയും. It contains value to be stored in memory or the last value read from memory. Okay, memory store ചെയ്യേണ്ട വാല്യൂ ഇടുന്ന സ്ഥലമാണ് memory buffer. Is a general purpose register used for storing result produced by arithmetic and logic unit. Okay, temporary result ആവാം, main result ആവാം. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ALU വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ്. I'll just read it once again. Program counter contains the address of the next instruction to be executed. നമുക്ക് ഏത് പ്രോഗ്രാമിന് ചെയ്തു കൊടുക്കണോ അത് ആദ്യമേ അതിന്റെ അഡ്രസ് പ്രോഗ്രാം കൗണ്ടറിൽ കൊണ്ടുവന്നു. Okay, instruction register contains the address of the instruction most recently fetched. ഏറ്റവും അവസാനം ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ കിടക്കുന്നതാണ്. ഫെച്ച് എന്ന് വെച്ചാൽ ബ്രിങ് ചെയ്യാം, മെയിൻ കൊണ്ടുവരിക. ലാസ്റ്റ് കൊണ്ട് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. നമുക്ക് പ്രോഗ്രാമിലുള്ള ഇൻസ്ട്രക്ഷൻ പോയി എടുത്തോണ്ട് വന്ന് ചെയ്യുന്ന സ്ഥലമാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. Next is memory address register. It contains the address of a location memory for read operation or write operation. Next is memory buffer register. It contains the value to be stored in memory or the last value read from memory. Accumulate is general purpose register used for storing temporary result and the result produced by the arithmetic and logic unit. So these are the diagrams. These are the diagrams. PC, MAR, MBR, ALU, instruction decoder, IR, R0 to RN, temporary registers. This is the CPU organization diagram in more detail. Here we have shown the buses also, CPU bus also. Through the bus, the data is traveling. Okay. There is an instruction. There will be instruction decoder. This is the only one which is extra in this diagram. Instruction decoder, which decodes instruction. Instruction decode ചെയ്യുക. Decode വെച്ചാൽ അതിനെ മനസ്സിലാക്കുക, ഇന്റർപ്രറ്റ് ചെയ്യുക. എന്നിട്ട് വേണ്ട കൺട്രോൾ സിഗ്നൽസ് സെൻഡ് ചെയ്യുക. എന്ത് കൺട്രോൾ സിഗ്നൽ സെൻഡ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും ഡേറ്റ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. Okay, we are revisiting the same thing again. PC contains the memory address of the instruction to be executed. During execution, the contents of the PC are updated to point to the next instruction. Every time that an instruction is to be executed, the program counter releases its contents to the internal bus and send into the memory address register. മനസ്സിലായോ? പ്രോഗ്രാം കൗണ്ടറിലാണ് നമ്മൾ എന്താ പറയുന്നത് ഇനി ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ഉള്ളത്. അപ്പൊ എന്താണ് പ്രോഗ്രാം കൗണ്ടർ ഉള്ളത് അതിലുള്ള അഡ്രസ് അങ്ങനെ MIR കോപ്പി ചെയ്യും. MIR contains the address of the location to or from which data is to be transferred. Data transfer ചെയ്യേണ്ട അഡ്രസ് ആണ് MIR എന്നുള്ളത്. ഈ ഡേറ്റ റീഡ് ചെയ്യുന്ന എവിടെ കൊണ്ട് റൈറ്റ് ചെയ്യും? MBR. MBR contains the data to be written or read out of the address location. During fetch operation, the MBR contains the instruction to be executed or data during the execution. In write operation, MBR contains that the data to be returned into the main memory. IR contains the instruction that is being executed. Execute ചെയ്യുന്ന instruction ഉള്ള സ്ഥലമാണ് IR. Before the IR executes instruction, it needs to be decoded first. As soon as the contents of the MBR is transferred to IR, the decoding process commences. After decoding, the execution will take place. So, I'll just read out the operating steps also.
PC is set to the point to the first instruction of the program. The OS loads the memory address of the first instruction. The contents of the PC are transferred to MAR, which is automatically transmitted to the main memory, and a read signal is initiated. The address word is read out of main memory and loaded into MDR. The contents of the MDR are transferred to IR. The instruction is ready to be decoded and executed. During execution, the contents of the PC are incremented or updated to point to the next instructions. The CPU instruction execution steps are: fetch the instruction from the memory into the instruction register, increment the program counter to point to the next instruction to be executed, determine the type of instruction to be fetched, determine the location of data in memory, fetch the required data into the internal CPU registers if the instruction uses data, execute the instruction, store the results in the designated locations. This is known as fetch, decode, execute cycle. Okay. I don't know how much you understood about this. So these are theories which you have to learn. But I'll tell you what it is doing. Don't think it's വളരെ കൺഫ്യൂസ് ചെയ്യാന്ന് ചിന്തിക്കേണ്ട. നമ്മൾ എളുപ്പമാണ് ഒരു ലോജിക്കൽ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. These are the set of instructions. Okay. A equal to 4, B equal to 5, C equal to A plus B, print C. 4 സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ 5 ആണ്. എയും ബിയും കൂടെ ആഡ് ചെയ്യണം, ആ വാല്യൂ സിയിൽ സ്റ്റോർ ചെയ്യണം, അത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മോണിറ്ററിൽ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കാം. ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് CPU ചെയ്യാൻ നോക്കാം. നമ്മൾ പഠിച്ചത് ആദ്യമേ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. പ്രൈമറി മെമ്മറി കൊണ്ടുവന്നിട്ടാണ് CPU വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ CPU വിളിക്കുമ്പോൾ എങ്ങനെയാ, CPU സൈക്കിൾ പറയുമ്പോൾ എങ്ങനെയാ, ദിസ് ഡേറ്റ, ദിസ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഷുഡ് ബി ഇൻ എവിടെ ഉണ്ടാവണം, മെയിൻ മെമ്മറി ഉണ്ടാവണം. ദിസ് ഇസ് ഇൻ ദ മെയിൻ മെമ്മറി. This data is in the main memory. Main memory ഉണ്ടെങ്കിൽ CPU വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, CPU വർക്ക് ചെയ്യണമെങ്കിൽ മെയിൻ മെമ്മറി കൊണ്ടുവന്ന് വെക്കണം. ഈ മെയിൻ മെമ്മറി കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ അത് ഓരോന്നും അഡ്രസ് ഉണ്ടാവും. ഇതൊരു അഡ്രസ്സിലായിരിക്കും ഉണ്ടാവും. എന്തിന് നമ്പർ കൊടുക്കാം, നമുക്ക് അഡ്രസ് എത്താന്ന് അറിയില്ല. ഫോർ എക്സാമ്പിൾ, let the address be, let the address of the first instruction B എത്ര എഴുതണം, 100 എഴുതാം. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ് 100 ആണ്. ഓക്കെ, ഇതിന്റെ അഡ്രസ് 100 ആണ്. ഓട്ടോമാറ്റിക്കലി ഇത് എത്ര എടുക്കും നമുക്കൊന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാണ് ഇത് 101 ആണ്. എപ്പോഴും സീക്വൻസ് ആയിരിക്കും. ചിലപ്പോൾ 102 ആയിരിക്കും, അല്ലെങ്കിൽ 108 ആയിരിക്കും. എപ്പോഴും സീക്വൻസ് ആയിരിക്കും. 102 ആണ്, 103 ആണ്. This is the address of these instructions. നമ്മൾ എസെൻഷ്യൽ ആയിട്ട് 5 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാണത്? ഒന്ന് പ്രോഗ്രാം കൗണ്ടർ, PC, പിന്നെ MAR, അടുത്തത് MBR, ഇനി അടുത്തത് IR ആണ്. IR ഇനി ഇവിടെ എഴുതാം. ഇനി എന്താ, അക്യുമുലേറ്റർ ആണ്. ഇവിടെ അകത്ത് അക്യുമുലേറ്റർ. 5 ആയില്ലേ? 5 രജിസ്റ്റേഴ്സ് ആണ് എസെൻഷ്യൽ ആയിട്ട് വേണ്ടത്. ഇത് ഉണ്ടാവണം എല്ലാത്തിനും. ഇത് കൂടാതെ കുറെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, R0, R1. ഓക്കെ, അത് ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യമേ ഈ ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് അഡ്രസ് ഇതിന് 100 ആണ്. അപ്പൊ OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് 100 എന്നുള്ള അഡ്രസ് ഇവിടെ കൊണ്ടുവയ്ക്കും. Only then the fetch, decode, execute cycle can begin. പ്രോഗ്രാം വർക്ക് ചെയ്യാൻ തുടങ്ങി ഇത്ര എഴുതിയാൽ മാത്രമേ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ PC contains the address of the next instruction to be executed. ഇനി ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ഇനി ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഉള്ളത് PC-യിലാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് അഡ്രസ് എന്താ, നമുക്കത് കാണുമ്പോൾ പറയാം A equal to 4 ആണ് ഫസ്റ്റ് അഡ്രസ് നമുക്ക്. അത് CPU മനസ്സിലാവണ്ടേ, CPU മനസ്സിലാവണമെങ്കിൽ അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇന്റർപ്രിറ്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ CPU തുടങ്ങണ എന്ത്, നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എക്സിക്യൂഷൻ. അപ്പൊ PC 100 എന്നുള്ള വാല്യൂ ഉണ്ട്, അത് നേരെ MAR കൊണ്ട് കോപ്പി ചെയ്യാം.
MAR കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. MAR ലേക്ക് ഈ അഡ്രസ് 100 എന്നുള്ള അഡ്രസ് അങ്ങനെ കോപ്പി ചെയ്യാം. വേറെ ഒന്നും ചെയ്യില്ല. PC യുള്ള വാല്യൂ എന്താണോ അത് MAR ലേക്ക് കോപ്പി ചെയ്യാം. MAR ഉണ്ടെങ്കിൽ മെമ്മറി റീഡ് ആണ്, മെമ്മറിന്ന് റീഡ് ചെയ്യാം. കൺട്രോൾ ആണ് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീഡ് ചെയ്യാം. അപ്പൊ കൺട്രോൾ യൂണിറ്റ് പറയാൻ പോകുന്നേ ഉള്ളൂ. കൺട്രോൾ യൂണിറ്റ് പറയും മെമ്മറി റീഡ്. മെമ്മറി റീഡ്, ദാറ്റ് മീൻസ് റീഡ് ഫ്രം മെമ്മറി. എന്ത് ലൊക്കേഷനാ? MAR 100 ആണ്. 100 ലൊക്കേഷൻ എന്താണോ ഉള്ളത് അത് റീഡ് ചെയ്യാം. 100 ലൊക്കേഷൻ ചെക്ക് ചെയ്യും. A=4 ആണ്. അഡ്രസ് അങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ. MAR അഡ്രസ് റീഡ് ചെയ്യാം. തിരിച്ചു തന്നെ എവിടെയാ? ഡേറ്റയിലേക്ക് വരുന്നത്. സോ ഇതാണ് അഡ്രസ്. MAR 100 ലൊക്കേഷൻ എന്താ ഇൻസ്ട്രക്ഷൻ ഉള്ളത്? A=4 എന്നാണ് ഉള്ളത്. ദിസ് ഇസ് വാട്ട് ഇസ് ദർ. അത് അങ്ങനെ എടുത്തിട്ട് എവിടെ കൊണ്ടുവയ്ക്കണം? ഇവിടെ കൊണ്ടുവയ്ക്കണം. A=4 ഇതാണ് കിട്ടി. ഓക്കെ, ഒന്നുകൂടി പറയാം. PC വാല്യൂ 100 തുടങ്ങിയിട്ടാണ് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ MAR ലേക്ക് അത് PC വാല്യൂ എന്താണോ അത് MAR ലേക്ക് കോപ്പി ചെയ്തു. അപ്പൊ MAR അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷൻ എന്താണോ അതെടുത്ത് MBR കൊണ്ടുവന്ന് വെച്ചു. MBR രണ്ട് മാറി മാറി പറയും. A കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞു. ഇനി എന്താണ്? ഈ MAR അഡ്രസ് MBR വാല്യൂ അങ്ങനെ IR കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ പകർത്തി വയ്ക്കും. ഒന്നും ചെയ്യുന്നില്ല. A ഇവരെല്ലാം ഓപ്പറേഷൻസ് കഴിഞ്ഞു. ഈ സമയം കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് +1 ചെയ്യും. ഇൻക്രിമെന്റ് ബൈ 1. PC വാല്യൂ ഇൻക്രിമെന്റ് ഇത് ചെയ്യുന്നതിനിടയിൽ അത് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, എയുടെ വാല്യൂ 4, A=4 IR വന്നു. ഇനി ഡീകോഡിലേക്ക് കൊടുക്കും. ഡീകോഡർ സർക്യൂട്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഡീകോഡിലേക്ക് പോകും. ഡീകോഡറിന്റെ അർത്ഥം എന്താ? ഒരു മെമ്മറി വേരിയബിൾ A എന്ന് വേണം, അതിന്റെ വാല്യൂ 4 ആണ്. നമ്മൾ RC എന്ന് എഴുതുന്ന പോലെ A എന്ന് എഴുതി Aയുടെ വാല്യൂ 4. ഒന്നും ചെയ്യാനില്ല. അക്യുമുലേറ്ററിൽ പോകേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞു. ഒരു ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് സൈക്കിൾ ആയി കഴിഞ്ഞു. ഓക്കെ, ആ ടൈമിലുള്ള എന്തുണ്ട്? PC വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ചെയ്ത് 100 മാറി 101. ഓക്കെ, സ്റ്റാർട്ട് സെക്കൻഡ് സൈക്കിൾ. സെക്കൻഡ് സൈക്കിൾ എന്താണ്? ഇതിനുള്ള വാല്യൂ അങ്ങനെ, ഈ വാല്യൂ എങ്ങനെ എന്തോരും ഇങ്ങോട്ട് കോപ്പി ചെയ്യും. നമ്മൾ കൺട്രോളർ എഗെയിൻ മെമ്മറി റീഡ് ആണ്. മെമ്മറി റീഡ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് വൺ 101 റീഡ് ചെയ്യുന്നത്. B=5 എന്നാണ് വരുന്നത്. A=4 അല്ല, അതിന് പകരം B=5. ഓക്കെ, ഇത് അങ്ങനെ IR കോപ്പി ചെയ്തു. IR കോപ്പി ചെയ്ത് B=5. ഇത് മനസ്സിലാക്കുമ്പോൾ അവർ വേറെ രജിസ്റ്റർ ഉപയോഗിച്ചോളൂ. അതിന് പേര് B എന്ന് കൊടുത്തോളൂ. അതിനകത്ത് 5 എഴുതുക. അത് A പോകാനൊന്നുമില്ല. ചെയ്തു കഴിഞ്ഞു. ഈ നേരം കൊണ്ട് എന്താണ്? PC വാല്യൂ ബൈ ദ ടൈം PC വാല്യൂ ഷുഡ് ബി ഇൻക്രിമെന്റഡ് ടു 102. ഓക്കെ, തേർഡ് സൈക്കിൾ ആയി. തേർഡ് സൈക്കിൾ ആകുമ്പോൾ 102 PC എന്ത് വാല്യൂ ഉണ്ടോ അതാണ് കോപ്പി ചെയ്യുന്നത്. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 102 എത്തി. 102 അഡ്രസ് വീണ്ടും റീഡ് ചെയ്യാനാണ് അല്ലെ? ഇനി റീഡ് ചെയ്യാൻ വേണ്ടേ? അടുത്ത കൺട്രോൾ എന്താ? മെമ്മറി റീഡ്. വീണ്ടും റീഡ് ചെയ്യുക. റീഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? ഇതാണ് റീഡ് ചെയ്യുന്നത്. ഇത് മാറി C=A+B. ഡീകോഡിലെത്തി. ഇവിടെ IR കോപ്പി ചെയ്തു. C=A+B. ഇവിടെ ഡീകോഡ് ചെയ്യാൻ പണിയുണ്ട്. എന്താ വേണം? C=A+B. എയും ബിയും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് Cയിൽ സ്റ്റോർ ചെയ്യണം. ALU പറയും ആഡ് ചെയ്ത് തരൂ. അപ്പൊ എന്താ പറയാ? ALU പറയാണ് C ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ. ഇപ്പം ALU വർക്ക് എന്താ? ALU ആദ്യം Aയുടെ വാല്യൂ ഇവിടെ കൊണ്ടു വെക്കണം. 4 എന്ന് കിട്ടി. Bയുടെ വാല്യൂ ഇവിടെ കൊണ്ടു വെക്കണം. 5 എന്ന് കിട്ടി. രണ്ടും കൂടെ കൂട്ടി ഇവിടെ ആഡ് സർക്യൂട്ട് ഉണ്ടാവും. യൂസിങ് ദിസ് ആഡഡ് സർക്യൂട്ട് അത് രണ്ടും കൂടെ കൂട്ടി റിസൾട്ട് 9 എന്ന് കിട്ടി. ഇത്രേ ALU ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി വീണ്ടും ഉണ്ട്. നമുക്ക് ചെയ്താൽ മാത്രം പോരാ. ഈ വാല്യൂ തിരിച്ച് രജിസ്റ്റർ കൊണ്ടുവന്ന് വെക്കണം. C രജിസ്റ്റർ ഉണ്ടാക്കണം. C 9 കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേ ഇൻസ്ട്രക്ഷൻ തീരുള്ളൂ. ഇത്രയും പാർട്ടി നാം ചെയ്യണം. ബൈ ദ ടൈം ഇതിന്റെ വാല്യൂ PC വാല്യൂ എന്താവും? PC വാല്യൂ 103. ഓക്കെ, 103 എന്താ പറയുന്നത്? എഗെയിൻ മെമ്മറി റീഡ് തന്നെയാണ്. മെമ്മറി റീഡില് എന്താ വന്നത്? 103 കോപ്പി ചെയ്തു. പ്രിന്റ് C അവിടെ ഉള്ളത്. അങ്ങനെ ഇങ്ങോട്ട് വന്നു. പ്രിന്റ് C ആയി. ഡീകോഡിങ് എന്താ പറ്റുന്ന മനസ്സിലാണ്? റൈറ്റ് ഇൻ ദ മോണിറ്റർ. C എന്നുള്ള വാല്യൂ മോണിറ്ററിലേക്ക് റൈറ്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ഇൻ ദ മോണിറ്റർ. ഇതാണ് അർത്ഥം. റൈറ്റ് ഇൻ ടു മോണിറ്റർ.
മൗണ്ടിലേക്ക് ദ വാല്യൂ ഓഫ് സി 9 എന്നുള്ള വാല്യൂ മൗണ്ടിലേക്ക് റൈറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വേണം, അങ്ങോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടേ? ഓക്കെ, സിയുടെ വാല്യൂ ഉണ്ട്, സിയുടെ വാല്യൂ നമുക്ക് എങ്ങോട്ടാണ് മെമ്മറി റൈറ്റ് കൊടുക്കണം. മെമ്മറി റൈറ്റ് ചെയ്യുമ്പോൾ സി എന്നുള്ള വാല്യൂ തിരിച്ചു പോയിട്ട് മൗണ്ടിലേക്ക് റൈറ്റ് ചെയ്യും. ദിസ് ഇസ് വാട്ട് ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് സൈക്കിൾ. ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയില്ലേ? ആദ്യം പറഞ്ഞേക്കാൾ കുറച്ചൊരു വ്യക്തതയായില്ലേ? ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. സെയിം തന്നെയാണ്. നമ്മൾ A = 5, B = 4, B = 5 എന്ന് എഴുതുന്നതിന് പകരം റീഡ് A റീഡ് B എന്ന് എഴുതി. ഇവിടെ എന്താ വർക്ക് ചെയ്യുക? റീഡ് A എന്ന് വെച്ചാൽ റീഡ് ഫ്രം കീബോർഡ്. റീഡ് A ഫ്രം കീബോർഡ്. read B from keyboard. Again, C is equal to A plus B. Okay, ഇവിടെ ആദ്യമേ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ നമുക്ക് 100 കൊടുക്കണ്ട. Let me start 200. 201, 202, 200. Initially PC value is 200. MAR എന്ത് വരും? MAR ലേക്ക് 200 കോപ്പി ചെയ്തു. മെമ്മറി റീഡ് എന്ന് പറഞ്ഞു. ഇൻസ്ട്രക്ഷൻസ് മെമ്മറി റീഡ് എന്ന് പറഞ്ഞു. MBR ലേക്ക് 200 എന്താണോ ഉള്ളത് അത് റീഡ് IR ലേക്ക് അത് അങ്ങനെ കോപ്പി ചെയ്തു. IR ആണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, റീഡ് ഡീകോഡ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? റീഡ് ദ വാല്യൂ ഓഫ് A ഫ്രം ദ കീബോർഡ്. കീബോർഡിന് എന്ത് വാല്യൂ ടൈപ്പ് ചെയ്തോ അത് റീഡ് ചെയ്യും. നേരത്തെ കേസിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ, 4 വാല്യൂ വരുള്ളൂ. ഇവിടെ എന്ത് വേണം കൊടുക്കാം, ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോന്നായിരിക്കും. കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്യുക. എയിലേക്ക് കീബോർഡിന് സപ്പോസ് 23 എന്നാ കൊടുത്തെന്ന് വിചാരിച്ചു, അത് സ്റ്റോർ ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ദ ടൈം ഇത് സ്പീഡിൽ പോവാണ്. ബൈ ദ ടൈം 200 എന്നുള്ള എന്തോ 201 ആവും. 200 മാറി 201 ആയി. അത് അങ്ങനെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു 201 ആയി. റീഡ് A അല്ല റീഡ് B ആവും. റീഡ് B ഇവിടെ കൊണ്ട് കോപ്പി ചെയ്തു. റീഡ് B ഡീകോഡ് ചെയ്യുമ്പോൾ കീബോർഡിൽ നിന്ന് B റീഡ് ചെയ്യുക. എന്താ ഇപ്പൊ കൊടുക്കണ്ടേ? എന്തെങ്കിലും വാല്യൂ കൊടുക്കാം. റൈറ്റ് 46. ഓക്കെ, ഇനി മൂന്നാമത്തെ എത്തി. 202 ഇവിടെ ഉണ്ട്. 202 ഇവിടെ എത്തി. ഇത് റീഡ് B C = A plus B എന്നാണ്. IR ലേക്ക് എത്തി. C = A plus B. ഡീകോഡ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ ഉണ്ട്, ബിയുടെ വാല്യൂ ഉണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ AUനെ വിളിച്ചിട്ട് C = A plus B രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? ആഡ് കൂട്ടുമ്പോൾ അക്യൂമുലേറ്ററിലെ വാല്യൂ എന്താ വരിക? 69 കിട്ടും. എന്നിട്ട് C എന്നുള്ള രജിസ്റ്റർ ജനറൽ പർപ്പസിന്റെ പേര് C എന്നാക്കി, അതിന്റെ പേര് 69 സ്റ്റോർ ചെയ്തു. ഇനി അടുത്തത് കഴിഞ്ഞു. ഇനി അടുത്തത് പ്രിന്റ് C ആണ്. 203 എത്തി. ഇത് 203 കോപ്പി ചെയ്തു. ഇവിടെ വരുമ്പോൾ പ്രിന്റ് C എന്നായി. ഇത് C = A plus B പകരം പ്രിന്റ് C എന്നായി. ഇതിന്റെ ഡീകോഡ് ചെയ്യുമ്പോൾ മോഡിലേക്ക് റൈറ്റ് ചെയ്യുക. അവസാനത്തെ മാത്രം മെമ്മറി റൈറ്റ് ദ വാല്യൂ ഓഫ് C into the memory. ഇതാണ് fetch decode execute cycle. Okay, we'll stop here and we will learn control unit as the next video. Thank you.